ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കി. തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? അനീഷ, ഇന്ന് ഉച്ചയോടെയാണ് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ 4 ദിവസമായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇന്ന് മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. ഇന്നലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമാനമായ രീതിയിൽ റാന്നി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. അതേ രീതിയിൽ തന്നെ ഇന്ന് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പൂർത്തിയാക്കാനുള്ളതിനാൽ ഇനിയും കസ്റ്റഡി അപേക്ഷ നൽകാനാണ് SIT സംഘത്തിന്റെ നീക്കം. മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ റാന്നി കോടതിയിൽ മുരാരി ബാബുവിനെ ഹാജരാക്കിയിട്ടുണ്ട്. റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അനീഷ, നന്ദുഷ, തെളിവെടുപ്പ് നടപടികൾ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ പോറ്റിയുമായി ഒന്നിച്ചിരുത്തി ഇനിയും ചോദ്യം ചെയ്യേണ്ട സാധ്യതയുണ്ടോ? എന്താണ് ഇനി അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? അനീഷ, കൂടുതൽ ചോദ്യം ചെയ്യുന്ന സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു. മറ്റ് ഉദ്യോഗസ്ഥരാരെങ്കിലും 2019 കാലഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്ത മറ്റ് ഉദ്യോഗസ്ഥരാരെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ SIT സംഘം പ്രധാനമായും പരിശോധിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇരുവരെയും ഒരുമിച്ചിട്ടുള്ളത്. 2 പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് SIT സംഘം നീങ്ങിയത്. ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കാര്യം ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശബരിമല എത്തിച്ച് ഇരു പ്രതികളെയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനാലാണ് ഇത്ര പെട്ടെന്ന് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏതായാലും വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ് നിലവിൽ SIT സംഘം. ആ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും മുരാരി ബാബുവിനെ 2 തവണയാണ്. അതായത് ഇന്ന് വീണ്ടും റിമാൻഡ് ചെയ്ത് പിന്നീട് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിയാണോ? അങ്ങനെയാണോ? അതെ അനീഷ, ഇപ്പോൾ വീണ്ടും റിമാൻഡ് ചെയ്ത ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാനായിരിക്കും SIT സംഘത്തിന്റെ നീക്കം. അതിന് മുന്നോടിയായി കേസിലെ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. ഏതായാലും റാന്നി കോടതിയിലാണ് നിലവിൽ മുരാരി ബാബുവിനെ ഹാജരാക്കിയിട്ടുള്ളത്. കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച ശേഷമായിരിക്കും ഇനി സന്നിധാനത്ത് വെച്ചുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി SIT സംഘം മുന്നോട്ട് പോകുക. അനീഷ, ശരി, ഏതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്.